السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين الفائزين برضا الله. أما بعد، نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ സാദാത്യങ്ങളെ, മറ്റു വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിട്ടുള്ള ആലിമീങ്ങളെ, മുതഅല്ലിമീങ്ങളെ, ശ്രോതാക്കളെ, ഉമ്മ പെങ്ങന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം കബൂൽ ചെയ്യുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെട്ട അമലായി നമ്മിൽ നിന്നും കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്കേവർക്കും അറിയാം, ബഹുമാനപ്പെട്ട സയ്യിദ് ലിയാഖത്ത് അലി ശിഹാബ് പൂക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ നടത്തിവരാറുള്ള, വർഷം തോറും നടത്തിവരാറുള്ള അജ്മീർ ഉറൂസ് മുബാറക്കിലും ഇവിടെ ആഴ്ചതോറും നടത്തുന്ന സ്വലാത്തിന്റെ വാർഷികത്തിലുമാണ് നാം സംഗമിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവന്റെ സുരലോക സ്വർഗത്തും ഇതുപോലെ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഏറ്റവും മുബാറക്കായ, പരിശുദ്ധമാക്കപ്പെട്ട ഒരു മജ്ലിസിലാണ് നാം സംഗമിച്ചിട്ടുള്ളത്. അല്ലാഹുവിനെ സ്തുതിക്കുക, അല്ലാഹുവിനെ സ്മരിക്കുക, അല്ലാഹുവിന്റെ ഔലിയാക്കളെ സ്മരിക്കുക എന്നുള്ളതെല്ലാം നല്ല പ്രവർത്തനങ്ങളാണ്. ദിക്റുൽ അംബിയാഇ ഇബാദ വദിക്റുസ് സാലിഹീന കഫാറ എന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അംബിയാക്കളെ, അല്ലാഹുവിന്റെ ഹക്കായ ദീനിനെ ജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കാൻ വേണ്ടി അല്ലാഹു പറഞ്ഞയച്ച അംബിയാക്കന്മാർ, ആ അംബിയാക്കളെ നമ്മൾ സ്മരിക്കുന്നത് ഇബാദത്താണ്. അത് ഇബാദത്തിന്റെ പരിധിയിൽപ്പെടുന്ന പ്രവർത്തനമാണ്. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനുശേഷം പറഞ്ഞത് വദിക്റുസ് സാലിഹീന കഫാറ എന്നാണ്. സാലിഹീങ്ങളായ, സൽവൃദ്ധരായ ജനങ്ങളെ സ്മരിക്കൽ അത് കഫാറത്താണ്, നമ്മൾ ചെയ്ത ദോഷങ്ങളെ പൊറുക്കാനുള്ള കാരണമാണെന്നാണ്. നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിക്കൊണ്ട് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഹിന്ദി ഖാജ മുഈനുദ്ദീൻ അൽ ചിശ്തി അൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് എന്നിവരെ നമ്മൾ സ്മരിക്കുമ്പോൾ നമ്മളെ ജീവിതത്തിൽ ഉടനീളം ചെയ്തു പോയ പാപങ്ങൾ, എത്രയോ പാപങ്ങൾ നമ്മൾ അറിയാതെ ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നു. ഓരോ സെക്കൻഡുകളിലും, പ്രത്യേകിച്ച് ഈ ആധുനിക യുഗത്തിൽ തെറ്റുകൾക്ക് കൂടുതൽ മുൻതൂക്കം നൽകുന്ന ഒരു കാലഘട്ടത്തിൽ ഏതൊരവസരത്തിലും നമ്മൾ തെറ്റുകൊണ്ട് ബന്ധപ്പെടാൻ അതിനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങി നിൽക്കുമ്പോൾ ഓരോ സെക്കൻഡിലും നാം എത്രയാണ് തെറ്റുകൾ ചെയ്തു പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുമാറാകട്ടെ. ഇത്തരത്തിലുള്ള പരിപാടിയിൽ പങ്കെടുക്കുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ചെയ്തു പോയ പാപങ്ങളെല്ലാം പൊറുക്കുന്നത്. അതാണ് വദിക്റുസ് സാലിഹീന കഫാറ എന്ന് പറയുന്നു. സാലിഹീങ്ങളെ സ്മരിക്കുന്ന മജ്ലിസിൽ പോയിരിക്കണം, ഇൽമിന്റെ മജ്ലിസിൽ പങ്കെടുക്കണം, സാലിഹീങ്ങളെ സ്മരിക്കുന്നിടത്ത് പോയിരിക്കണം, അവരെക്കുറിച്ച് സ്മരിക്കണം. അതുപോലുള്ള മജ്ലിസുകളിൽ നിന്നുകൊണ്ട് അള്ളാഹുവിന് ദിക്റ് ചൊല്ലുമ്പോൾ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നല്ലോ, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഹൃദയത്തിന് സമാധാനം ലഭിക്കുന്നത് അത് ഒരുപാട് സമ്പത്തുണ്ടാകുമ്പോഴല്ല. ഹൃദയത്തിന് സമാധാനവും ശാന്തിയും ലഭിക്കുന്നത് മറ്റൊരു പ്രവൃത്തിയിലും ഏർപ്പെടുമ്പോഴല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുന്നു, അലാ, അറിയണേ, ബിദിക്രില്ലാ, അള്ളാഹുവിനെ സ്മരിക്കൽ കൊണ്ട് മാത്രമാണ്. അതുകൊണ്ടാണ് ബിദിക്രില്ല എന്ന് അള്ളാഹു ആദ്യം പറഞ്ഞത്. തത്മഇന്നുൽ ഖുലൂബ് ബിദിക്രില്ല എന്ന് പറഞ്ഞാൽ മറ്റു കാര്യങ്ങളെ കൊണ്ട് നമുക്ക് സമാധാനം കിട്ടുമായിരുന്നു. പക്ഷേ അലാ ബിദിക്രില്ലാഹി, അള്ളാഹുവിനെ സ്മരിക്കൽ കൊണ്ട് മാത്രമാണ്
തത്മഇന്നുൽ ഖുലൂബ്, നിങ്ങൾക്ക് ഹൃദയത്തിന് സമാധാനം ലഭിക്കുക. അപ്പൊ നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാനും അവന്റെ സ്മരണയിൽ നമ്മളെ ജീവിതം മുന്നോട്ട് നയിക്കാനും ഉതകുന്ന രീതിയിലുള്ള ഇതുപോലുള്ള മജ്ലിസുകളിൽ നാം പങ്കെടുക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നതിനെ കുറിച്ചും പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് എന്താ? ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യ് യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. നിശ്ചയം അല്ലാഹുവിന്റെ മലായികത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. ഇതുപോലെ ഒരാജ്ഞ നമുക്ക് എവിടെയും കാണാൻ സാധ്യമല്ല. അല്ലാഹുവിന്റെ മലായികത്തും നിസ്കരിക്കുന്നുണ്ട്, അല്ലാഹുവിന്റെ മലായികത്തും സകാത്ത് കൊടുക്കുന്നുണ്ട്, അല്ലാഹുവിന്റെ മലായികത്തും മറ്റു സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്, അതുകൊണ്ട് ഇന്നല്ലാഹു വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറഞ്ഞൊരു കൽപ്പന നമുക്ക് കാണാൻ സാധ്യമല്ല. പരിശുദ്ധമാക്കപ്പെട്ട സ്വലാത്തിന്റെ കാര്യത്തിൽ മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഒരു കൽപ്പന നമ്മോട് പറയുന്നത്. യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യത്തിൽ വിശ്വസിച്ചതായ ജനങ്ങളെ, സല്ലു അലൈഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ നിങ്ങൾ സ്വലാത്ത് വർഷിക്കണം, സ്വലാത്ത് ചൊല്ലണം. എന്നാൽ മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ടല്ലോ, ഒരു സഹാബി വന്നിട്ട് നബിയോട് ചോദിക്കുന്നു, നബിയെ, ഞാൻ എൻ്റെ ഒരു ദിവസത്തെ ജീവിതത്തിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് 1/3 സമയം ഞാൻ നിങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ എന്താണ് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ആ സ്വഹാബിയോട് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, ഇതിനേക്കാളും കൂടുതൽ ചെല്ലാൻ കഴിയുമെങ്കിൽ അതാണ് നിനക്ക് ഖൈർ എന്ന് പറഞ്ഞു. അപ്പൊ ആ സ്വഹാബി വീണ്ടും ചോദിച്ചു, ഞാൻ 2 നേരം നിങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലിയാലോ നബിയെ? അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ ഇതിനേക്കാൾ കൂടുതൽ നിനക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ, സ്വലാത്ത് ചൊല്ലാൻ കഴിയുമെങ്കിൽ അതാണ് നിനക്ക് നല്ലതെന്ന് പറഞ്ഞപ്പോ ആ സ്വഹാബി അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നു, എന്നാൽ എൻ്റെ ദൈനംദിന ജീവിതത്തിലെ മുഴുവൻ സമയവും ഞാൻ അങ്ങയുടെ മേൽ സ്വലാത്ത് ചൊല്ലാമെന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുന്നു, ഇദൻ തുഗ്ഫറു ദംബുക് വ തുക്ഫാ ഹമ്മുക്. അങ്ങനെ നീ എൻ്റെ മേൽ സദാസമയം സ്വലാത്ത് വർഷിക്കുകയാണെങ്കിൽ, സ്വലാത്ത് ചൊല്ലുകയാണെങ്കിൽ നിന്റെ പാപങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നീ സ്വലാത്ത് ചൊല്ലുന്നത് കാരണമായിട്ട് പുറത്തു തരുന്നതാണ്. അതുപോലെ തന്നെ വ തുക്ഫാ ഹമ്മുക്, നിന്റെ മനോവ്യതകൾ എന്തൊക്കെയാണോ, നിനക്കുള്ള പ്രയാസങ്ങൾ, അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിത്തരുമെന്ന് പറയുമ്പോൾ അതെല്ലാം ഒത്തിണങ്ങിയ അല്ലാഹുവിന്റെ ഔലിയാക്കളെ സ്മരിക്കുന്ന, അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്ന നല്ലതായ ഒരു മുബാറക്കായ മജ്ലിസിലാണ് നാം ഇവിടെ ബഹുമാനപ്പെട്ട അതിന് ഏറ്റവും അനുയോജ്യരായ സാദാത്യങ്ങളുടെ നേതൃത്വത്തിൽ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വന്നു പോയ എല്ലാവിധ പാപങ്ങളും പുറത്തു തരുമാറാവട്ടെ. ശിഷ്ടമുള്ള ജീവിതം അവന്റെ ത്വാഅത്തിലും അവന്റെ റിളയിലുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ, പാപമുക്തമായി മുന്നോട്ട് നയിക്കാൻ ഇതുപോലുള്ള സദസ്സ് കാരണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.